നടൻ ഷൈൻ ടോം ചാക്കോയെക്കുറിച്ച് അധ്യാപികയായ ബിന്ദു ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പാണ് ചർച്ചയാകുന്നത്. പൊന്നാനി MI സ്കൂൾ +1 വിദ്യാർത്ഥിയായിരുന്ന ഷൈനിനെക്കുറിച്ചാണ് ബിന്ദു ടീച്ചർ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. ടീച്ചറിന്റെ വാക്കുകൾ ഇങ്ങനെ: ടീച്ചർമാരുടെ ഗുഡ് ലിസ്റ്റിലോ വികൃതി കാണിച്ച് സഹപാഠികളുടെ ഗുഡ് ലിസ്റ്റിലോ ഉൾപ്പെടാൻ ശ്രമിക്കാത്തൊരു വിദ്യാർത്ഥിയായിരുന്നു ഷൈനെന്നും, എന്തെങ്കിലും ചോദിച്ചാൽ തലയും മുഖവും തടവി തപ്പിത്തടഞ്ഞ് മറുപടി പറയുന്നവനായിരുന്നെന്നും ബിന്ദു ടീച്ചർ കുറിപ്പിൽ പറയുന്നു. എന്നാൽ കലാമേളകളിൽ വേറെയൊരാളായി മാറുമെന്നും അവന്റെ അനായാസ ഭാവപകർച്ചകൾ കണ്ട് ശരിക്കും ഞെട്ടിപ്പോയിരുന്നുവെന്നും അധ്യാപിക കൂട്ടിച്ചേർക്കുന്നു. 10-20 കൊല്ലമെങ്കിലുമായി കാണും പൊന്നാനി MIയിലെ +1 ക്ലാസ്സിൽ ഇംഗ്ലീഷ് പുസ്തകവുമായി ചെല്ലുമ്പോഴാണ് ചുരുണ്ട മുടിയുള്ള മെലിഞ്ഞൊരു പയ്യൻ കണ്ണിൽപ്പെട്ടത്. ഒരു സെക്കൻഡ് കണ്ണിലേക്ക് തന്നെ നോക്കിയാൽ അവന്റെ കണ്ണുകൾ കീഴ്പോട്ടോ പുസ്തകത്തിലേക്കോ മാറുമായിരുന്നു. ക്ലാസ്സിൽ ഷൈൻ ചെയ്ത് ടീച്ചർമാരുടെ ഗുഡ് ലിസ്റ്റിലോ വികൃതി കാണിച്ച ക്ലാസ്മേറ്റ്സിന്റെ ഗുഡ് ലിസ്റ്റിലോ പെടാൻ മെനക്കെടാത്തൊരു കക്ഷി. ഡയലോഗടിയിൽ തീരെ താല്പര്യമില്ലാത്ത കുട്ടി. എന്തെങ്കിലും ചോദിച്ചാൽ തലയും മുഖവും തടവി തപ്പിത്തടഞ്ഞൊരു മറുപടി പറയുന്നവൻ. പുറത്ത് കണ്ടാൽ ഒരു ചെറുചിരിയിൽ പരിചയം ഒതുക്കുന്നവൻ. കലാമേള കാലമാവുമ്പോഴേക്ക് വേറൊരാളാവുമായിരുന്നു. കലോത്സവ നാടകങ്ങളിലെ അവന്റെ അനായാസ ഭാവപകർച്ചകൾ കണ്ട് ശരിക്കും ഞെട്ടിപ്പോയിരുന്നു. ജില്ലാ സംസ്ഥാന കലോത്സവങ്ങളിൽ ബെസ്റ്റ് ആക്ടറൊക്കെയായി അവൻ സ്കൂളിൻ്റെയും നാടിൻ്റെയും ഒക്കെ പ്രിയപ്പെട്ടവനായി. ഞങ്ങളുടെ തന്നെ ഗേൾസ് സ്കൂളിലെ ടീച്ചറുടെ മകനായിട്ടും കോഴ്സ് കഴിഞ്ഞ് പോയവനെ ഞാനും മറന്നു. പിന്നീട് എപ്പോഴും ആണ് കമലിൻ്റെ ഗദ്ദാമ എടപ്പാൾ ഗോവിന്ദയിലിരുന്ന് കാണുമ്പോൾ മരുഭൂമിയിലെ ഒരു കൂടാരത്തിൽ നിന്ന് ബെന്യാമിൻ്റെ ആടുജീവിതത്തിലെ നജീബിനെ ഓർമ്മിപ്പിക്കുന്നൊരു ചടച്ച രൂപം ഇറങ്ങിയോടുന്നത് കണ്ണിൽപ്പെട്ടത്. ഈ കണ്ണുകൾ മുൻപെവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നൊരു കൊള്ളിയാൻ മിന്നി. ചെക്കോവിൻ്റെ വാൻകയെ കുട്ടനാട്ടിലേക്ക് കൊണ്ടുവന്ന ജയരാജിൻ്റെ ഒറ്റാൽ. അതിൻ്റെ കുറേ പണികളിൽ പ്രേമനും ഉണ്ടായിരുന്നതുകൊണ്ട് റിലീസിനു മുൻപേ ലാപ്ടോപ്പിൽ കണ്ടിരുന്നു. ആ കുട്ടിയെ പണിക്കെന്ന് പറഞ്ഞ് കുത്തിക്കൊണ്ടു പോകുന്ന മേസ്ത്രിയുടെ വല്ലാത്തൊരു നീട്ടിത്തുപ്പൽ. അപ്പോഴാണ് പണ്ട് ക്ലാസ്സിലിരുന്ന ആ ചുരുണ്ട മുടിക്കാരൻ പയ്യനാണ് ഈ ഷൈൻ ടോം ചാക്കോ എന്നുറപ്പിക്കുന്നത്. പിന്നെ കമ്മട്ടിപ്പാടത്തും പറവയിലും കുറുപ്പിലും ഭീഷ്മപർവത്തിലും ഇഷ്കിലും ഒക്കെ അവൻ്റെ കഥാപാത്രങ്ങൾ എന്നിലെ കാഴ്ചക്കാരിയിൽ വല്ലാത്തൊരു ഇടങ്ങാറുണ്ടാക്കി. ആ ഇടങ്ങാറുണ്ടാക്കൽ കഴിയുന്നതിലാണല്ലോ നടൻ എന്ന നിലയിൽ എൻ്റെ കുട്ടിയുടെ മിടുക്കുന്ന സിനിമ കഴിഞ്ഞ് തിരിച്ചു വന്ന വഴികളിൽ ഓർത്തു. അതിനിടയ്ക്ക് മനംപെരട്ടലുണ്ടാക്കുന്ന ഓൺലൈൻ ഇൻ്റർവ്യൂ ചോദ്യങ്ങൾക്ക് ഷൈനിലെ വികൃതി പയ്യൻ ഉരുളക്കുപ്പേരി പോലെ കൊടുക്കുന്ന കിടിലൻ തർക്കുത്തരങ്ങൾ ഞാനും നന്നായി ആസ്വദിച്ചു. എൻ്റെ സ്റ്റുഡൻ്റാണ് ഷൈൻ എന്ന് പലയിടത്തും പറഞ്ഞു. വേണ്ടിടത്തെ തർക്കുത്തരങ്ങളിൽ നിൽക്കാതെ അവൻ്റെ കുരുത്തക്കേടുകൾ കുഴപ്പങ്ങളിലേക്ക് പോകുന്നത് ഞാനും കണ്ടു. ഇനി ഷൈനിനെ പഠിപ്പിച്ചതാണെന്ന് പറഞ്ഞ് ഞെളിയേണ്ട എന്ന് പറഞ്ഞവരുമുണ്ട്. ഇഷ്ടമില്ലാത്തത് പറഞ്ഞാൽ പുച്ഛം ഇമോജി ഇടാൻ അന്നും രണ്ടാമതൊന്നും ചിന്തിക്കാറില്ലായിരുന്നു. അതിൽ നിന്നുയർന്ന ഷൈൻ പിന്നെയും സിനിമകളിൽ എന്നെയും വിസ്മയിപ്പിച്ചു. മലയാളത്തിന് ഇങ്ങനെയൊരു പ്രതിഭ ഭാഗ്യമാണെന്ന് നമ്മൾ പറഞ്ഞു. അന്നൊരു